താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. മുരുകഭഗവാന്റെ ആറുപടൈ വീടുകൾ. പഴനി മുതൽ ഈ 6 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാലേ ആഗ്രഹം സഫലമാകൂ. യഥാർത്ഥ മുരുകഭക്തർ തീർച്ചയായും സന്ദർശിക്കേണ്ട, അനുഗ്രഹം തേടേണ്ട 6 പ്രധാന മുരുകക്ഷേത്രങ്ങളാണ് ആറുപടൈ വീടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുപ്പറൻ കുണ്ട്രം, തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമലൈ, തിരുത്തണി, പഴമുതിർച്ചോലൈ. തമിഴ്നാട്ടിലെ പ്രശസ്തമായ 6 മുരുകക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന 6 സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് ആറുപടൈ വീടുകൾ എന്നാണ്. ഇതിൽ ഒന്നാമതുള്ള ക്ഷേത്രം തിരുപ്പറൻ കുണ്ട്രമാണ്. മധുരയുടെ പ്രാന്തപ്രദേശത്ത് മുരുകൻ ഇന്ദ്രന്റെ മകളായ ദൈവനയെ വിവാഹം കഴിച്ച കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആറുപടൈ വീടെന്നാൽ ആയുധശാല എന്നാണ് അർത്ഥം. ആറുപടൈ വീട് ക്ഷേത്രങ്ങളിൽ മുരുകന് പകരം വേലിനെ അഭിഷേകം നടത്തുന്ന ഏക ക്ഷേത്രമാണിത്. രണ്ടാമത് തിരുച്ചെന്തൂരാണ്. മുരുകന്റെ ആറുപടൈ വീടുകളിൽ തിരുച്ചെന്തൂർ മാത്രമാണ് കടൽ തീരത്തുള്ള ഏക ക്ഷേത്രം. ബാക്കിയുള്ളവയെല്ലാം മലനിരമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലവൻ യുദ്ധത്തിന് പോയി തൻ്റെ സൈന്യത്തോടൊപ്പം താമസിക്കുന്ന സ്ഥലത്തെയാണ് പടൈ വീട് എന്ന് വിളിക്കുന്നത്. ശൂരപത്മൻ എന്ന അസുരനെ നശിപ്പിക്കാൻ പോയ മുരുകൻ സൈന്യത്തോടൊപ്പം തങ്ങിയ ഒരേയൊരു സ്ഥലമാണ് തിരുച്ചെന്തൂർ. ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മഹത്തായ രീതിയിൽ തന്നെ ശൂരസംഹാരം എന്ന മഹോത്സവമാണ് നടത്തുന്നത്. മൂന്നാമതായ മഹാക്ഷേത്രമാണ് പഴനി, മുരുകഭക്തരുടെ അഭയകേന്ദ്രം. പഴനി കുന്നിൻ താഴെ തിരു ആവിൻകുടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രദേവതയെ കുഴന്തൈ വേലായുധസ്വാമി എന്നറിയപ്പെടുന്നു. പഴനിക്ക് പൊതികൈ എന്ന തിരുവെഴുത്തുനാമം കൂടിയുണ്ട്. ഈ ഭഗവാനെ ലക്ഷ്മീദേവി, കാമധേനു, സൂര്യൻ, ഭൂമിദേവി എന്നിവരാൽ ആരാധിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അതിനാൽ ഈ സ്ഥലത്തിന് തിരുവാവിനൻകുടി എന്ന് പേരിട്ടു. കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിന് 690 പടികളുണ്ട്. അവിടെ ദണ്ഡായുധപാണി രൂപത്തിലാണ് മുരുകന്റെ പ്രധാന പ്രതിഷ്ഠ. ധ്യാനാവസ്ഥയിൽ കൈകളിൽ ഒരു ദണ്ഡ് ആയുധമായി പിടിച്ചു നിൽക്കുന്ന പ്രധാന പ്രതിഷ്ഠ നവപാഷാണം കൊണ്ട് സിദ്ധർ ഭോഗർ സൃഷ്ടിച്ച് പ്രതിഷ്ഠിച്ചതാണ്. കാവ്യമികവിന് മാത്രമല്ല ജ്ഞാനത്തിനും പേരുകേട്ട തമിഴ് മഹാകവി ഔവയാർ മുരുകനെ പഴം നീ എന്ന് വിളിച്ചതിനാൽ ഈ സ്ഥലം പഴനി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഒരു ദിവ്യഫലത്തെ ചൊല്ലി കുടുംബവുമായുള്ള വഴക്കിനെ തുടർന്ന് മുരുകൻ താമസിച്ചിരുന്ന സ്ഥലമാണിതെന്നാണ് വിശ്വാസം. നാലാമതായുള്ള ക്ഷേത്രം സ്വാമിമലയാണ്. കുംഭകോണത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 60 തമിഴ് വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന 60 പടികൾ കയറി വേണം മലമുകളിലെ ക്ഷേത്രത്തിലെത്താൻ. മുരുകൻ തൻ്റെ പിതാവായ പരമശിവനോട് ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ സാരാംശം വിശദീകരിച്ച സംഭവത്തെ ഈ ക്ഷേത്രം അനുസ്മരിപ്പിക്കുന്നു. മുരുകന്റെ 4ാമത്തെ പടിവീടാണ് സ്വാമിമല. ഭഗവാൻ തൻ്റെ പിതാവായ പരമശിവന്റെ ഗുരു ആയതിനാൽ ഇവിടം ഗുരുമലയായും സ്വാമിമലയായും ഭക്തർ ആരാധിക്കുന്നു. 5ാമത്തെ ക്ഷേത്രമാണ് തിരുത്തണി. ചെന്നൈയിൽ നിന്ന് 75 കിലോമീറ്റർ അകലെ മലയിൽ ശൂരപത്മൻ എന്ന രാക്ഷസനുമായി യുദ്ധം ചെയ്ത മുരുകൻ തൻ്റെ ആന്തരിക സമാധാനം വീണ്ടെടുത്തു. 365 പടികളുള്ള മലയോര ക്ഷേത്രത്തിൽ ഒരു വർഷത്തിലെ ദിവസങ്ങളെയാണ് ഈ പടികൾ അനുസ്മരിപ്പിക്കുന്നത്. മുരുകൻ വള്ളിയെ ഈ സ്ഥലത്തിനടുത്ത് വെച്ച് കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നേരത്തെ തിരുത്തണികൈ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഇപ്പോൾ തിരുത്തണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 6ാമത്തെയും അവസാനത്തേതുമായ മുരുകക്ഷേത്രമാണ് പഴമുതിർച്ചോലൈ. മധുരയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ സോലൈമലൈ കുന്നിൽ നൂപുരു ഗംഗൈ എന്നറിയപ്പെടുന്ന ഒരു പുണ്യ അരുവിയുണ്ട്. ആറുപടൈ വീടുക്ഷേത്രങ്ങളിൽ തൻ്റെ ഭക്തിമാരായ വള്ളിയോടും ദേവനയോടും കൂടി അദ്ദേഹം ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരേയൊരു സ്ഥലം കൂടിയാണിത്. കൂടാതെ തമിഴ് മഹാകവിയത്രി ഔവയാറോട് അവൾ എന്തു പഴമാണ് ആഗ്രഹിച്ചത്, പാകം ചെയ്തതോ വേവിക്കാത്തതോ എന്ന് ഭഗവാൻ ചോദിച്ച ചരിത്രപരമായ സ്ഥലം കൂടിയാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മേൽപ്പറഞ്ഞ 6 ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുമ്പോൾ ഭക്തർക്ക് ലഭിക്കുന്ന ഫലം: തിരുപ്രം കുണ്ട്രത്തിൽ ഭജിച്ചാൽ സമ്പത്ത്,
തിരുച്ചെന്തൂരിലെത്തിയാൽ ആത്മവിശ്വാസം, പഴനിയിൽ തൊഴുതാൽ രോഗശാന്തിയും ആത്മശാന്തിയും, സ്വാമിമലയിൽ ജ്ഞാനം, തിരുത്തണിയിൽ ശാന്തിയും ഐശ്വര്യവും, പഴമുതിർച്ചോലയിൽ ദർശനം നടത്തിയാൽ വിവേകം. ഒരു യാത്ര പോകുക, 6 മുരുകക്ഷേത്രങ്ങളിൽ കയറി തൊഴുത് പൂർണ്ണത നേടാൻ. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.